परफेक्ट लगा है। अमन मार्च के नाम पर इन लोगों को इंतजार के लिए भेजा गया। अगर सरक्रीक इलाके में पाकिस्तान की ओर से कोई भी हिमाकत की गई तो उसे ऐसा करारा जवाब मिलेगा कि इतिहास और भूगोल दोनों बदल जाएंगे मेरे साथियों। और 1965 की जंग में भारत की सेना ने लाहौर तक पहुंचने का सामर्थ्य भी दिखाया। നമസ്കാരം. പാക് അധിനിവേശ കശ്മീരിൽ സർക്കാർ വിരുദ്ധ കലാപം ആളിക്കത്തുകയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് മുസഫറാബാദിലേക്ക് ലോങ് മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിവെച്ചു. ഇതുവരെ നടന്ന പോലീസ് അതിക്രമത്തിൽ കൊല്ലപ്പെട്ടത് 12 പേരാണ്. പ്രതിഷേധം അടിച്ചമർത്താൻ സൈന്യത്തിനെ ഉൾപ്പെടെ വിന്യസിച്ചതോടെ പ്രതിഷേധം പാക് സൈന്യത്തിനെതിരായ പ്രതിഷേധമായി മാറിയിരിക്കുന്നു. സമീപ വർഷങ്ങളിലെ വലിയ പ്രക്ഷോഭങ്ങളൊന്നിന് പാക് അധിനിവേശ കശ്മീർ വേദിയാകുമ്പോൾ തന്നെ സിന്ധിലെ സർക്രീക് മേഖലയിലും സൈനിക നീക്കം ശക്തമാക്കുകയാണ് പാകിസ്ഥാൻ. മേഖലയിലെ സൈനിക സാന്നിധ്യവും അടിസ്ഥാന സൗകര്യങ്ങളും വിപുലീകരിച്ച പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പാണ് രാജ്നാഥ് സിംഗ് നൽകിയത്. സിർക്രീക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാഹസത്തിന് മുതിർന്നാൽ പാകിസ്ഥാന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റുന്ന തരത്തിൽ മറുപടി ഉണ്ടാകും എന്നാണ് രാജ്നാഥ് സിംഗിന്റെ മുന്നറിയിപ്പ്. കറാച്ചിയിലേക്കുള്ള വഴി സർക്രീക്കിലൂടെയാണെന്ന് പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ച ഇന്ത്യ നൽകുന്ന സന്ദേശം എന്താണ് സർക്രീക്കിലെ പാക് നീക്കം? തിരിച്ചടി ഉടനെയോ? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എനിക്കൊപ്പം ശ്രീ AM ഷിനാസ് അധ്യാപകൻ, ഡോക്ടർ മോഹൻ വർഗീസ് നിരീക്ഷകൻ, നിർമ്മൽ എബ്രഹാം നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ശക്തമായ മുന്നറിയിപ്പാണ് പാകിസ്ഥാന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്നത്. അത് കറാച്ചിയിലേക്കുള്ള വഴി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഏതെങ്കിലും തരത്തിൽ നീക്കം നടത്തിയാൽ പാകിസ്ഥാന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറുമെന്ന മുന്നറിയിപ്പാണ്. അത് ഇന്ത്യ എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണ്. ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണ് നീങ്ങുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ധൂർ തുടരുകയാണ്. അപ്പോൾ അവിടെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട എന്ത് പ്രകോപനവും ശക്തമായ തിരിച്ചടി നൽകാനുള്ള ഒരു മാനസികവും മിലിറ്ററിസ്റ്റിക്കുമായ തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് പ്രധാന സംഭവ വികാസങ്ങളാണ് ഇത്തരണത്തിൽ പരിഗണിക്കേണ്ടത്. ഒന്ന്, പാക് അധിനിവേശ കാശ്മീരിൽ POK-യിൽ ഇപ്പോൾ നടക്കുന്ന ജനകീയ പ്രക്ഷോഭം. നമുക്കറിയാമല്ലോ, ഇത് പ്രക്ഷോഭങ്ങളുടെ കാലമാണ്. ജൻസി പ്രക്ഷോഭം നേപ്പാളിൽ നടന്നു, ബംഗ്ലാദേശിൽ ഭരണമാറ്റമുണ്ടായി, ഇന്ത്യയുടെ ലഡാക്ക് പ്രദേശത്തെ ഒരു പ്രക്ഷോഭമുണ്ടായി. ഇതെല്ലാം തന്നെ വ്യത്യസ്തമായ കാരണങ്ങളാലാണ് ഉണ്ടാകുന്നതെങ്കിലും പാക് അധിനിവേശ കാശ്മീരിൽ ഉണ്ടായ ആ ഒരു ജനകീയ പ്രതിഷേധം അത് വളരെ ജൈവികമായ സ്പോണ്ടേനിയസ് ആയ കാരണങ്ങളാലാണ്. അടിച്ചമർത്തലുകൾ, വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും ആർമി അട്രോസിറ്റീസും അടിച്ചമർത്തലുകളുമാണ് കാശ്മീരി ജനതയ്ക്ക് നേരെ, അതായത് പാകിസ്ഥാൻ അനധികൃതമായി പിടിച്ചു വച്ചിരിക്കുന്ന പാക് അധിനിവേശ കാശ്മീർ. അവിടെ ഏതാണ്ട് 30 ലക്ഷത്തോളം ജനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ സ്വാഭാവികമായ പ്രതിഷേധം അത് മുസഫറാബാദിലൊക്കെ വൻ പ്രക്ഷോഭമായിരുന്നു. അവർ ലോങ് മാർച്ച് നടത്തുകയാണ്. ആ ലോങ് മാർച്ചിനെതിരെ ഹൈ ഹാൻഡഡ് അപ്രോച്ച് ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ സ്വീകരിക്കുന്ന കാഴ്ച കാണുന്നു. പ്രക്ഷോഭം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ കൂടി തിരിയുന്നു. അതാണ് ഒരു സംഭവവികാസം. രണ്ടാമത്തെ സംഭവവികാസം അതിർത്തിയിൽ, പ്രത്യേകിച്ച് ഇങ്ങ് തെക്ക് ഗുജറാത്ത് അതിർത്തിയിൽ, ഗുജറാത്തിൻ്റെ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ സംസ്ഥാനമായ ഗുജറാത്തും പാകിസ്ഥാൻ്റെ തെക്കൻ പ്രദേശമായ സിന്ധും തമ്മിൽ അതിർത്തി പ്രദേശമാണ് സർക്രീക് മേഖല. അതൊരു ഇക്കണോമിക് സോൺ കൂടിയാണ്. ഏതാണ്ട് 250 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോണാണ്. അവിടെയാണ് കടലകത്തേക്ക് കയറി നിൽക്കുകയാണ്. വേണമെങ്കിൽ അരുവിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 96 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ക്രീക്കാണ്, ഒരു അരുവി ഒക്കെയാണ്. അത് ടൈഡൽ വേവ്സ് വരുമ്പോൾ അവിടെ ജലസാന്നിധ്യം ഉണ്ടാകും, അല്ലാത്തപ്പോൾ ജലം ഇറങ്ങിപ്പോകും. ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പാകിസ്ഥാൻ സൈനിക നീക്കങ്ങളും ചെക്ക് പോസ്റ്റുകളും മറ്റ് വിന്യാസങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന്
നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ, ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ശക്തമായ താക്കീത് നൽകിയത്. അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് 1965 യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ കറാച്ചി ഇന്ത്യൻ സൈന്യം, കറാച്ചിയുടെ ഗേറ്റ് വരെ ഇന്ത്യൻ സൈന്യമെത്തി, വേണമെങ്കിൽ പൂർണ്ണമായി പിടിച്ചടക്കാവുന്ന രീതിയിലായിരുന്നു. കേവലം 200 കിലോമീറ്റർ മാത്രമാണ് സർ ക്രീക്കിൽ നിന്നും കറാച്ചിക്കുള്ളത്. കറാച്ചിയിലേക്കുള്ള വഴി സർ ക്രീക്കിലൂടെയാകും. അതുകൊണ്ടാണ് ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റിമറിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുത്, നിങ്ങൾ പ്രകോപനം നിർത്തണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ശക്തമായ താക്കീതാണ് ഇന്ത്യ നൽകുന്നത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാകിസ്ഥാൻ്റെ 5 പ്രധാനപ്പെട്ട പ്രവിശ്യകളിൽ 4ലും കലാപകലുഷിതമായ അന്തരീക്ഷമാണ്. അതിൽ ഏറ്റവും പ്രധാനം ബലൂചിസ്ഥാനിലെ സംഭവവികാസങ്ങളാണ്. ബലൂചിസ്ഥാനിൽ വലിയ തോതിലുള്ള ഈ ധാതു നിക്ഷേപങ്ങളുണ്ട്. ആ ധാതു നിക്ഷേപങ്ങളിലാണ് ഒരുപക്ഷെ അമേരിക്കയുടെ കണ്ണ്. അതുകൊണ്ടാവാം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പ്രകോപനമെല്ലാം ഇവിടെ സർ ക്രീക്കിൽ ഉണ്ടാകുമ്പോഴും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാകിസ്ഥാൻ്റെ മിലിറ്ററി ജനറൽ അസിം മുനീറും അമേരിക്കയ്ക്ക് പോയിരിക്കുകയായിരുന്നു. ഒരു പൊതിയുമായിട്ടാണ്, പൊതിയെന്ന് പറയുന്നത് ശരിയല്ലല്ലോ, ഒരു പെട്ടിയുമായിട്ടാണ് പോയത്, തിരുമുൽക്കാഴ്ചയുമായിട്ടാണ്. ഇതാ താങ്കൾ നോക്കൂ, ഞങ്ങൾ മിനറൽ റിച്ച് ആണ്, താങ്കൾക്ക് വേണമെങ്കിൽ ഖനനത്തിനുള്ള അനുമതി നൽകാം, ടെക്നോളജി, അമേരിക്കൻ ടെക്നോളജി ലഭിക്കുകയാണെങ്കിൽ ബലൂചിസ്ഥാൻ്റെ മണ്ണിൽ നമ്മൾക്ക് അത്ഭുതങ്ങൾ തീർക്കാം. നോക്കൂ, ബലൂചിസ്ഥാൻ ജനതയ്ക്ക് പാകിസ്ഥാനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവിടെ വൻതോതിൽ ക്വറ്റ കേന്ദ്രീകരിച്ച് വൻതോതിലുള്ള പ്രക്ഷോഭമാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. മറ്റൊരു പ്രശ്ന മേഖല ഖൈബർ പഖ്തൂൺഖ മേഖലയാണ്, പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസാണ്. അവിടെ പാക് താലിബാൻ വലിയ രീതിയിലാണ് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെയും പാകിസ്ഥാൻ ഭരണകൂടത്തിന് നേരെയും പ്രതിഷേധം ഉയർത്തുന്നത്. അവിടുത്തെ ജനങ്ങൾ അസംതൃപ്തരാണ്. പാക് മേഖല അസംതൃപ്തരാണ്. ഇപ്പോൾ ഇതാ കാശ്മീരിലും വലിയ സംഘർഷമാണ്. ആകെയുള്ള സമാധാനമുണ്ട് എന്ന് പറയുന്നത് പഞ്ചാബിൽ മാത്രമാണ്. പക്ഷേ ഡോമിനേഷൻ ഓഫ് പഞ്ചാബ്, മറ്റെല്ലാ മേഖലയ്ക്കും മേലെ പഞ്ചാബിൻ്റെ ഡോമിനേഷൻ മറ്റ് മേഖലകൾ അംഗീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ പഞ്ചാബിൽ നിന്നാണ് എണ്ണപ്പെട്ട സൈനിക നേതാക്കൾ വരുന്നത്. പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ് പഞ്ചാബാണ്. എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് പാക് പഞ്ചാബിലാണ്. ആ പാക് പഞ്ചാബ് എല്ലാ ഇടത്തേക്കുമുള്ള സപ്ലൈയുടെ സിംഹഭാഗവും കവർന്നെടുക്കുന്നു. ആർമിയുടെ ഉൾപ്പെടെ ബിസിനസ് താല്പര്യങ്ങൾ പഞ്ചാബിൽ കേന്ദ്രീകരിക്കുന്നു. ഈ റിസൻമെൻ്റാണ് യഥാർത്ഥത്തിൽ മറ്റ് മേഖലകൾ പാകിസ്ഥാൻ സർക്കാരിനെതിരെ നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈസ് ഇന്റേർണലി ഡീസ്റ്റെബിലൈസ്ഡ്, കംപ്ലീറ്റ്ലി ഡീസ്റ്റെബിലൈസ്ഡ്. അതോടൊപ്പം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കൂടി ചേരുമ്പോൾ ഒരു ഫെയിൽഡ് സ്റ്റേറ്റിനുള്ള എല്ലാ ചേരുവകളും പാകിസ്ഥാനുണ്ട് എന്ന് കാണാം. അവിടെയാണ് ഇന്ത്യ കരുതലോടെ പ്രതികരിക്കേണ്ടത്. തീർച്ചയായും ശക്തമായ മുന്നറിയിപ്പാണ് എന്തായാലും പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ എം ഷിനാസ്, നോക്കൂ, ഈ സർ ക്രീക്കിലെ ഇഷ്യൂ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. പല പ്രശ്ന പരിഹാര ശ്രമങ്ങളും അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ഇന്ത്യ നീക്കം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും പാകിസ്ഥാൻ അതിന് തയ്യാറായില്ല എന്ന് പറയുന്നു. 68 ഒരു തീർപ്പ് ഉണ്ടായതാണ്, അത് പാകിസ്ഥാൻ പാലിക്കുന്നില്ല എന്ന സാഹചര്യം വരുന്നു. 78 വർഷമായിട്ടും, സ്വാതന്ത്ര്യത്തിന് ശേഷം 78 വർഷമായിട്ടും പ്രശ്നം പരിഹരിക്കാതെ അവിടെ ഇപ്പോൾ സൈനിക നീക്കം ശക്തമാക്കുന്നതിനെതിരെ ഉള്ള മുന്നറിയിപ്പാണ് പ്രതിരോധ മന്ത്രി നൽകുന്നത്. സർ ക്രീക്കിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകും എന്നതാണോ? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഉണ്ടാകും എന്നതിൻ്റെ സൂചനകളാണോ? ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഇതിന്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടിൽ തന്നെ 1908 സിന്ധ് പ്രവിശ്യയും കച്ചിലെ നാട്ടുരാജ്യത്തിലെ ഭരണാധികാരിയും തമ്മിലുള്ള ഒരു വിറകു ശേഖരണ തർക്കത്തെ തുടർന്നാണ് ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. പിന്നീട് 1915 ബോംബെ പ്രവിശ്യയിൽ പ്രമേയം പാസാക്കി. 1925 മറ്റൊരു തീർപ്പുണ്ടായി. അന്നൊന്നും അത് പരിഹരിക്കപ്പെട്ടില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷവും അത് അങ്ങനെ തന്നെ നിലനിന്നു. നേരത്തെ ശ്രീ മോഹൻ വർഗീസ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 96 കിലോമീറ്ററുള്ള ഒരു നീർച്ചാൽ, ഒരു ചാൽ അല്ലെങ്കിൽ അഴിമുഖം, ചതുപ്പ് നിലമാണ്. അത് വേലിയേറ്റ സമയത്ത് അവിടെ വെള്ളം കയറും. മാത്രമല്ല അതിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം, അതൊരു സ്പെഷ്യൽ ഇക്കണോമിക് സോണാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഒന്നാണത്. ആ
സർക്രീക്കിന്റെ വെള്ളത്തിനടിയിൽ ഈ എണ്ണ അതുപോലെ തന്നെ പ്രകൃതിവാതക നിക്ഷേപമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതും അതിന്റെ മറ്റൊരു പ്രാധാന്യമാണ്. അപ്പോൾ 1947-48 യുദ്ധത്തിൽ സർക്രീക്ക് ഒരു സാന്നിധ്യമായിരുന്നില്ല. എന്നാൽ 1965 ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ പാകിസ്ഥാൻ ഈ റാൻ ഓഫ് കച്ച് യുദ്ധമാണ് ആദ്യം തുടങ്ങുന്നത്, സർക്രീക്ക് കേന്ദ്രീകരിച്ച് തന്നെ അതിന്റെ സമീപം. അപ്പോൾ ഇന്ത്യൻ BSF-ഉം ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യവുമായി രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. പിന്നീട് ആ സംഘർഷമാണ് 1965 സെപ്റ്റംബറിൽ ഒരു മുഴു യുദ്ധമായിട്ട് മാറുന്നത്. അത് പിന്നീട് ബ്രിട്ടന്റെ ഹറോൾഡ് വിൽസൺ, അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ഒരു ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. അതനുസരിച്ച് വിധി വന്നു. 1968 10% മാത്രമാണ് പാകിസ്ഥാന് കിട്ടിയത്. ബാക്കി 90% ഇന്ത്യക്ക് കിട്ടി. അത് പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല. പാകിസ്ഥാന്റെ വാദം സർക്രീക്കിന്റെ കിഴക്കൻ ഭാഗത്തെ രേഖയാണ് അതിർത്തി. അങ്ങനെയായാൽ പാകിസ്ഥാന് കൂടുതൽ പ്രദേശങ്ങൾ കിട്ടും. ഇന്ത്യ പറയുന്നത് ആ പ്രദേശത്തിന്റെ 96 കിലോമീറ്ററുള്ള ഈ ചതുപ്പ് അല്ലെങ്കിൽ വെള്ളം മിക്ക മാസങ്ങളിലും ഉണ്ടാകുന്ന ആ പ്രദേശത്തിന്റെ മധ്യത്തിലാണ് രേഖ എന്നാണ്. അപ്പൊ ഇതാണ് തർക്കം. അപ്പൊ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പോളി ക്രൈസിസിലാണ്. പോളി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഈ സർക്രീക്ക് പണ്ടേയുള്ള, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഉള്ളതാണ്. അതുപോലെ പാക് അധീന കാശ്മീരിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നു വരുന്ന പ്രക്ഷോഭം വാസ്തവത്തിൽ അത് പാക് അധീന കാശ്മീരിന്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയോടുള്ള ഒരു വമ്പിച്ച പ്രതികരണമാണ്. കാരണം അവരുടെ ആവശ്യം ആദ്യം തുടങ്ങിയിരുന്നത് വൈദ്യുത ബിൽ, കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ബിൽ കുറക്കുക, ഭക്ഷ്യക്ഷാമം പരിഹരിക്കുക എന്ന ആവശ്യത്തിൽ നിന്ന് തുടങ്ങി പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാനിലെ കാശ്മീരി അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന 12 സീറ്റുകൾ റദ്ദാക്കുക, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അലവൻസുകൾ പിൻവലിക്കുക, അതുപോലെ തന്നെ വൈദ്യുതിക്കും ഗോതമ്പിനും അതുപോലുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾക്കും സബ്സിഡി അനുവദിക്കുക, അവിടെയുള്ള മെഗാ പ്രൊജക്ടുകൾ പൂർത്തിയാക്കുക. സർവോപരി പാക് അധീന കാശ്മീരിലെ വിഭവ സ്രോതസ്സുകളുടെ വിതരണത്തിൽ തുല്യമായ പങ്കാളിത്തം, അവർക്ക് അർഹമായ പങ്കാളിത്തം ഉറപ്പാക്കുക. ഇതാണ് ബലൂചിസ്ഥാൻ വിഘടനവാദികളും കാലങ്ങളായി ആവശ്യപ്പെട്ടു പോരുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. ആ ബലൂചിസ്ഥാൻ ആണ് ഏറ്റവും വിഭവ സമൃദ്ധ മേഖല. അതാണല്ലോ അസീം മുനീർ അവിടുത്തെ അപൂർവ ഭൂമി ധാതുക്കളൊക്കെ കൊണ്ടുപോയാണ് ട്രംപിനെ കണ്ടത്, അസീം മുനീറും ഷഹബാസ് ഷെരീഫും. അപ്പൊ ബലൂചിസ്ഥാനിൽ കാലങ്ങളായി ആ പ്രക്ഷോഭത്തിന് തുടക്കം തന്നെ ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകളുടെ ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും ഉത്കർഷത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ്. അത് തന്നെയാണ് ഈ 38 ആവശ്യങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ പാക് അധീന കാശ്മീരിലെ വിഭവങ്ങൾ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നില്ല, അത് പാകിസ്ഥാന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വിന്യസിക്കപ്പെടുന്നു എന്നാണ് ഇത് അടിസ്ഥാനപരമായി ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രശ്നമാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ നേർക്ക്, റോയുടെ നേർക്ക് ഒക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാന്റെ ഈ പോളി ക്രൈസിസിൽ ഇപ്പോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാക് വ്യോമസേന ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ വ്യോമാക്രമണം നടത്തി 30 സിവിലിയന്മാരെ കൊന്നത്. അപ്പോ ഈ രീതിയിൽ പാകിസ്ഥാൻ ഒരു പോളി ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ അസീം മുനീറിനും ഷഹബാസ് ഷെരീഫിനും ഒക്കെ ട്രംപൊക്കെ തങ്ങളുടെ പക്ഷത്താണ് എന്ന ഒരു തോന്നൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആ തോന്നൽ ഉണ്ടാക്കുന്നതിൽ ട്രംപും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലേറ്റ കനത്ത മാനഹാനി, അതുപോലെ പാകിസ്ഥാനിലെ ഈ വക പോളി ക്രൈസിസ്, 3-4 ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന പ്രശ്നങ്ങളാണിവ. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കുക
എന്നിട്ട് അന്താരാഷ്ട്ര ശ്രദ്ധ സർ ക്രീക്കിലേക്ക് കൊണ്ടുവരിക എന്ന തരത്തിലുള്ള ചതുരുപായങ്ങളും ശൃഗാല തന്ത്രങ്ങളും പാകിസ്ഥാന് ഇല്ല എന്ന് കരുതിക്കൂടാ. തീർച്ചയായും ഈ സർ ക്രീക്കിന്റെ കാര്യം പറയുമ്പോഴും നേരത്തെ ഈ ധാതു ലവണങ്ങളുടെ കാര്യം പറഞ്ഞു. സർ ക്രീക്കും അതുപോലെ സമ്പന്നമായ ഒരു സ്ഥലമാണ്. എണ്ണ പ്രകൃതിവാതക നിക്ഷേപമുണ്ട് എന്ന് കരുതുന്ന ഇടമാണ്. അപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള അതിനെ പ്രയോജനപ്പെടുത്താമെന്ന സാധ്യതകൾ കൂടിയായിരിക്കുമോ സർ ക്രീക്കിലും ഇതേ സമയം തന്നെ ഇങ്ങനെ ഒരു നീക്കത്തിന് പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നത്? അല്ല, സർ ക്രീക്കിലെ ഈ പ്രശ്നം തുടങ്ങിയിട്ട് കാലങ്ങളായല്ലോ. സർ ക്രീക്കിൽ ഈ എണ്ണ പ്രകൃതിവാതക നിക്ഷേപമുണ്ടെന്ന് പാകിസ്ഥാനും അറിയാം, ഇന്ത്യക്കും അറിയാം. പക്ഷെ ഈ തർക്കം കാരണം ഇതുവരെ രണ്ട് രാജ്യങ്ങൾക്കും ഈ എണ്ണ പ്രകൃതിവാതക നിക്ഷേപത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അവിടെ പര്യവേക്ഷണങ്ങൾ നടന്നിട്ടില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അത് പാകിസ്ഥാന്റെ അവകാശവാദം അനുസരിച്ച് കിഴക്കൻ ഭാഗം ആണ് അതിർത്തി രേഖയെങ്കിൽ പാകിസ്ഥാന് വലിയ ഒരു പ്രദേശം കിട്ടും. അപ്പോൾ ഇത് വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ അവിടെ എണ്ണ പ്രകൃതിവാതക നിക്ഷേപമുണ്ട്, മത്സ്യബന്ധന സംബന്ധമായി പ്രാധാന്യമുണ്ട്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്ന രീതിയിലും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് ആ പ്രകൃതിവാതകവും എണ്ണയും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള യാതൊരു ശ്രമങ്ങളും ഇരു രാജ്യങ്ങളും നടത്തിയിട്ടില്ല. ഇപ്പോൾ സത്വരമായിട്ടുള്ള പാകിസ്ഥാന്റെ ഈ സൈനിക വിന്യാസത്തിന് അല്ലെങ്കിൽ ഒരു പ്രകോപനത്തിന് കാരണം പെട്ടെന്ന് എണ്ണ പര്യവേക്ഷണവും അതൊക്കെ ഇതാക്കുക എന്നതിനേക്കാൾ ഉപരി ഇന്ത്യ പാക് പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ ഒരു ലൈംലൈറ്റിൽ കൊണ്ടുവരിക, ഇന്ത്യയെ വീണ്ടും അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയെ വീണ്ടും പ്രകോപിപ്പിച്ച് ആദ്യം ഇന്ത്യയെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സൈനിക ദൗത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുക, അങ്ങനെ ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കുക എന്നൊക്കെയാണ്. അപ്പോ അല്ലാതെ ഇതൊരു വലിയ യുദ്ധത്തിലേക്കോ ഒരു ഓപ്പറേഷൻ സിന്ദൂർ മാതൃകയിലേക്കോ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരി, വലിയ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇപ്പോൾ ഞാൻ ആവർത്തിച്ച് അദ്ദേഹത്തോട് എന്താണ് ഈ ഇവിടുത്തെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യതകളാണോ ഇതിലേക്ക് നയിച്ചത് എന്ന് ചോദിച്ചതിനൊരു കാരണം, കഴിഞ്ഞ 3 മാസത്തിനിടെ 3 തവണയെങ്കിലും സൈനിക മേധാവി അസിം മുനീർ അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട്, ട്രംപിന്റെ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ധാതു സമ്പത്ത് എന്താണ് എന്നതിൻ്റെ സാമ്പിൾ സെയിൽസ്മാൻ എന്നു പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാനിലെ തന്നെ ഒരു സെനറ്റർ ഇതിനെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്നത്. അവിടെ ആഭ്യന്തരമായി വലിയ വിമർശനം അസിം മുനീർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ അത്തരം ഒരു നീക്കം അസിം മുനീറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ട്രംപിന് പാകിസ്ഥാനെ സംബന്ധിച്ച് പ്രത്യേക താല്പര്യങ്ങളുണ്ട്, ബിസിനസ് താല്പര്യങ്ങളുണ്ട് എന്ന് വരുന്നു. അപ്പോൾ സർ ക്രീക്കിൽ 2019 മുതൽ തന്നെ പാകിസ്ഥാൻ സൈനികമായിട്ട് അവിടെ അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അതിനും അപ്പുറമുള്ള ഒരു പ്രകോപനം ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ പ്രതിരോധ മന്ത്രിക്ക് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തേണ്ടി വരുന്നത്. അത് അപ്പോൾ ഏതെങ്കിലും ബാഹ്യ ഇടപെടൽ, ബാഹ്യ പ്രേരണയാൽ പാകിസ്ഥാൻ എന്തെങ്കിലും ആലോചിച്ചുറപ്പിക്കുന്നതിന്റെ സൂചനയാകുമോ? ഏതാണ്ട് ആ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ നിഗമനങ്ങളിൽ എത്തുന്നത്. നോക്കൂ, ഭൗമരാഷ്ട്രീയം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആകെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പാകിസ്ഥാൻ ഈ പൂർണ്ണമായി അവഗണനയിൽ നിന്നും വെസ്റ്റേൺ, പ്രത്യേകിച്ച് അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൽ നിന്നും പൂർണ്ണമായി പുറത്തു പോയതാണ്. പെട്ടെന്ന് തന്നെ ദേ കെയിം ബാക്ക് വിത്ത് എ ബാങ്. അത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന ഒരു വലിയ രീതിയിലുള്ള മാറ്റം മറിച്ചിലുകളിൽ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൽ ഇന്ന് പാകിസ്ഥാന് സജീവമായ ഒരു സ്ഥാനം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലോക വ്യവസ്ഥയിൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന വെസ്റ്റ് ഏഷ്യ പീസ് പ്രോസസ്സിൽ പോലും ആക്റ്റീവ് ഒരു പങ്കാളിത്തം വഹിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മാറിയ ഒരു ഭൗമ സാഹചര്യത്തിൽ എല്ലാ കണ്ണുകളും പാകിസ്ഥാനിലേക്ക് തിരിയുമ്പോൾ അവിടെ ഇന്ത്യയെ കുറ്റപ്പെടുത്താനുള്ള ഏത് സാഹചര്യവും പാകിസ്ഥാൻ ഒഴിവാക്കില്ല. ഇപ്പം ഇവിടെ നിർബന്ധപൂർവം ഇങ്ങനൊരു പ്രശ്നം ആരും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമല്ല. കാരണം സർ ക്രീക്കിൽ എപ്പോഴും നമ്മുടെ കണ്ണുകൾ കാശ്മീർ ബോർഡർ, പഞ്ചാബ് ബോർഡർ അവിടെയായിരുന്നു. രാജസ്ഥാൻ ബോർഡറിലാകട്ടെ, ഗുജറാത്ത് അതിർത്തിയിലാകട്ടെ, റാൻ ഓഫ് കച്ചിൻ്റെ പടിഞ്ഞാറൻ ഭാഗം,
അതായത് സിന്ധിൻ്റെ കിഴക്കൻ ഭാഗം, അത് കൺവേർജ് ചെയ്യുന്ന പോയിൻ്റാണ് സർ ക്രീക്ക്. ആ മേഖല താരതമ്യേന ശാന്തമായിരുന്നു. വലിയ ചതുപ്പ് നിലമാണ്. കാര്യമായ ഈ ഹ്യൂമൻ മൂവ്മെൻറ്റ്, സൈനിക നീക്കങ്ങളോ അല്ലാത്ത സാമ്പത്തിക നീക്കങ്ങളോ സാധ്യമാവാത്തതും. എന്നാൽ നേരത്തെ ഇവിടെ ഡോക്ടർ ഷിനാസ് സൂചിപ്പിച്ചതുപോലെ റിസോഴ്സ് റിച്ച് ഏരിയയാണ്. നോക്കൂ, പാകിസ്ഥാൻ ഒരു വലിയ ക്രൈസിസിലാണ്, സാമ്പത്തിക ക്രൈസിസിലാണ്. വലിയ രീതിയിലുള്ള ഹൈഡ്രോ കാർബൺ ഡിപ്പെൻഡൻസി പാകിസ്ഥാനുണ്ട് ലോകത്തോട്. അത് ഇന്ത്യക്കും അതേ തരത്തിലുള്ള ഹൈഡ്രോ കാർബൺ ഡിപ്പെൻഡൻസി ഉണ്ട്. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഇന്ധനമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തദ്ദേശീയമായി ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇറക്കുമതി ആശ്രയിക്കേണ്ടി വരുന്നു. ഇവിടെ നോക്കൂ, പാകിസ്ഥാൻ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഒരു 3-4 മാസത്തിനുള്ളിൽ ലോകത്തിന് മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ഉണ്ട്. ഞങ്ങൾക്ക് റിസോഴ്സസ് ഉണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പഞ്ചാബ്, അത് 5 നദികളുടെ സംഗമഭൂമിയാണ്, അത് കൃഷിഭൂമിയാണെന്നാണ് പറയുന്നതെങ്കിലും അവിടെ വൻ തോതിലുള്ള എണ്ണ നിക്ഷേപമുണ്ട്. തൽക്കാലം അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജി തങ്ങളുടെ കൈവശമില്ല. അതുകൊണ്ട് അമേരിക്ക വിൽ സർട്ടൻലി ഹെൽപ്പ് എക്സ്പ്ലോർ ദി ഓയിൽ, ഹൈഡ്രോ കാർബൺ, ഇതിനുള്ള സാധ്യത. അതുകൊണ്ടാണ് ട്രംപ് കഴിഞ്ഞ മാസം പറഞ്ഞു വെച്ചത്, ഇന്ത്യക്കൊരു വാർണിംഗ് എന്ന നിലയിൽ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണയില്ല, ഒരു കാലത്ത് ഒരുപക്ഷെ പാകിസ്ഥാനിൽ നിന്നും എണ്ണ നിങ്ങൾക്ക് വാങ്ങേണ്ട ഗതികേട് വരും, ജാഗ്രത എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയോടായി സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനം അതാണ്. അതേപോലെ തന്നെ റിസോഴ്സ് റിച്ചായ നേരത്തെ സൂചിപ്പിച്ച മേഖല, അതായത് വലിയ പാകിസ്ഥാൻ്റെ ഏറ്റവും മൊത്തം പാകിസ്ഥാൻ്റെ പകുതിയോളം പ്രദേശങ്ങളടങ്ങുന്ന ബലൂച്ച് മേഖലയിൽ കാര്യമായ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇല്ല എന്ന് തോന്നാമെങ്കിലും റിസോഴ്സ് റിച്ചാണ്, മിനറൽ റിച്ചാണ്. ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ വലിയ സാങ്കേതികവിദ്യ ആവശ്യമുണ്ട്. അത് പാകിസ്ഥാന് കൈവശമില്ല. അവിടെയും വെസ്റ്റേൺ ഹെൽപ്പ് വിൽ കം ഇൻ വെരി ഹാൻഡി. മൂന്നാമത്തെ ഒരു ഭാഗമാണ് സർ ക്രീക്ക്. ഇവിടെ നമുക്കറിയാം വലിയ രീതിയിലുള്ള, ഇപ്പോൾ ഫിഷിംഗ് ഹാർബർ എന്നുള്ള നിലയിൽ നേരത്തെ തന്നെ പ്രശസ്തമാണ്. പക്ഷേ അതിനടിയിൽ, ആ ഒരു ക്രീക്കിനടിയിൽ ചരിത്രാതീത കാലം മുതൽ തന്നെ അടിഞ്ഞുകൂടിയ ഈ വൃക്ഷങ്ങളുടെയും മറ്റ് ഫൈറ്റോ പ്ലാങ്ക്ടൻസിൻ്റെ എല്ലാം നിക്ഷേപം, അതിൽ നിന്നുണ്ടാകുന്ന ഹൈഡ്രോ കാർബൺ അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ ഷെയിൽ ഓയിലും ഉണ്ടാകും, അതുപോലെ നാച്ചുറൽ ഗ്യാസ് ഉണ്ടാകും, പെട്രോളിയം ഉണ്ടാകും. ഇതെല്ലാം എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിച്ചാൽ പാകിസ്ഥാൻ്റെ വൻ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കൊരു അറുതിയാകും. ഇപ്പോൾ നോക്കൂ, സർ ക്രീക്ക് പ്രദേശത്തിൻ്റെ, ആകമാന പ്രദേശത്തിൻ്റെ, ഇപ്പോൾ നമ്മളിവിടെ ചർച്ചയിൽ തന്നെ അത് വരികയും ചെയ്തതാണ്. അതിൻ്റെ കിഴക്ക് ഭാഗത്തോട് 62 എഗ്രിമെൻ്റ് അനുസരിച്ച് അതിൻ്റെ ഏതാണ്ട് മധ്യത്തിലൂടെ ആണ്, അല്ലെങ്കിൽ അതിൽ സിംഹഭാഗവും ഇന്ത്യക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു ബൗണ്ടറിയാണ്, അദൃശ്യമായൊരു ബൗണ്ടറിയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. പക്ഷേ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് ഇന്ത്യയോട് ചേർന്നുള്ള കിഴക്കൻ ഭാഗത്തേക്ക് സർ ക്രീക്ക് മേഖലയുടെ ബൗണ്ടറി മാറ്റി വിന്യസിപ്പിച്ചാൽ അത്രയും പ്രദേശം വലിയൊരു ഇക്കണോമിക് സോൺ ആണ്. അത് മുഴുവൻ തന്നെ പാകിസ്ഥാന് മൈനിങ്ങിനായി, ഖനനത്തിനായി, ഓയിൽ എക്സ്പ്ലോറേഷനായി ലഭിക്കും എന്നതാണ്. അതിന് അമേരിക്കയുടെ പിന്തുണ ആവശ്യമാണ്. തീർച്ചയായും ഒരു ലാർജർ ജിയോ പൊളിറ്റിക്കൽ സെറ്റിങ്ങിൽ ആ ഒരു വിഷയത്തിൽ അമേരിക്കൻ പിന്തുണ ഏതെങ്കിലും രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് സ്വാഭാവികമായി ഇപ്പോഴിങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കിയാൽ ഇന്ത്യയുടെ എയർഫോഴ്സ് ചിലപ്പോൾ ആ പ്രദേശത്ത് ചെറിയ നീക്കങ്ങൾ നടത്തിയേക്കാം, ചിലപ്പോൾ ഇന്ത്യൻ ആർമി അങ്ങോട്ട് തള്ളിക്കയറിയേക്കാം. അതൊരു ആഗോള പ്രശ്നമായി വീണ്ടും ഇതാ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അധിനിവേശം നടത്തുന്നു, കടന്നുകയറ്റം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോടായി വലിയ രീതിയിൽ നിലവിളിച്ചുകൊണ്ട് പാകിസ്ഥാന് വേണമെങ്കിൽ സിമ്പതി നേടിയെടുക്കാൻ കഴിയും. ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ കുൽസിതമായ ശ്രമങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് മുൻകൂട്ടി ആസ് എ പ്രീ എംപ്റ്റീവ് മെഷർ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് സൈനികരുടെ സാന്നിധ്യത്തിൽ പറയുകയാണ്, ഇത് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങളുടെ വർദ്ധിച്ചു വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇക്കണോമിക് ആക്ടിവിറ്റീസ്, മിലിറ്ററി ബിൽഡപ്പ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒരു സാഹസത്തിന് നിങ്ങൾ മുതിർന്നാൽ ചരിത്രം ഞങ്ങൾ തിരുത്തിക്കുറിക്കും. ഭൗമരാഷ്ട്രീയം, അതുപോലെ ജിയോഗ്രഫി തന്നെ ഞങ്ങൾ തിരുത്തിക്കുറിക്കാൻ മടിക്കില്ല. മാറിയ ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം അതൊരിക്കൽ കൂടി പ്രകടമാക്കുന്ന വാക്കുകളാണ് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തീർച്ചയായും. ശ്രീ എം ഷിനാസ്, നോക്കൂ, ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ കാണണം. മുംബൈ ഭീകരാക്രമണത്തിന് ഇടയാക്കിയ ആളുകൾ, ഭീകരർ ബോട്ടിലൂടെ വന്നത് ഈ മേഖല വഴിയാണ് എന്നത് കാണണം. അതുമുതൽ തന്നെ കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ ഇന്ത്യ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് നീക്കങ്ങൾ പാകിസ്ഥാൻ ശക്തമാക്കുന്നു എന്ന് വരുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ കൂടി ഇന്ത്യ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ടോ? നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ലേ മുതൽ കച്ച് വരെയുള്ള മേഖലയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു. അവരുടെ മിസൈലുകൾ ഒന്നുപോലും ഭൂമിയിൽ പതിക്കാതെ നശിപ്പിക്കുക എന്നത് ഇന്ത്യക്ക് സാധ്യമായിരുന്നതാണ്. അപ്പോൾ
ഇനി അങ്ങനെ ഒരു ആക്രമണത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിരോധ മന്ത്രി മറുപടി പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് എത്രമാത്രം പ്രധാനമാണ് ഈ മേഖല എന്നത്, സുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഉൾപ്പെടെ എത്രമാത്രം പ്രാധാന്യം ഇതിനുണ്ട്. ഇപ്പോൾ POK മുതൽ ഇങ്ങ് വരെ പാക് അതിർത്തികൾ ഈ രീതിയിൽ അനിശ്ചിതത്വത്തിലും പ്രശ്നങ്ങളിലും ആകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായും ഈ റാൻ ഓഫ് കച്ച് സൈനിക തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട മേഖല തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ 65-ലെ മുഴു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ അവിടെ സർക്രീക്ക് കേന്ദ്രീകരിച്ച് ഒരു ചെറുയുദ്ധം എന്ന് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ തന്നെയുള്ള യുദ്ധം നടത്തിയതിനു ശേഷമാണ് അത് മുഴു യുദ്ധമായി മാറിയത്. ഇപ്പോൾ പാകിസ്ഥാന്റെ ലക്ഷ്യം, പാകിസ്ഥാൻ സൈന്യം നേരിട്ട് മുന്നോട്ട് വന്ന് അവര് അവകാശപ്പെടുന്ന കിഴക്കൻ മേഖലയിലെ അതിർത്തി രേഖ അങ്ങനെ പുനഃസ്ഥാപിച്ച് പിടിച്ചെടുക്കുക എന്നതായിരിക്കില്ല. ഇന്ത്യയെ ഇതിലേക്ക് വലിച്ചിഴച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ആക്രമണകാരിയാണ്, ഇന്ത്യ വളരെ രണോത്സുകമായി ഈ കാര്യങ്ങളിൽ ഇടപെടുന്നു. അങ്ങനെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയെ ഒരു വില്ലൻ പരിവേഷത്തിൽ അവതരിപ്പിക്കുക, അതോടൊപ്പം തന്നെ സർക്രീക്കിന്റെ പ്രാധാന്യം അന്താരാഷ്ട്ര തലത്തിൽ ബോധ്യപ്പെടുത്തുക. അപ്പൊ ട്രംപിന്റെ മുമ്പിൽ ബലൂചിസ്ഥാനിലെ അപൂർവ ഭൂമിധാതു ലോഹങ്ങൾ, അതുപോലെ സർക്രീക്കിലെ ഇതൊക്കെ സർക്രീക്കിന്റെ അടിയിലുള്ള ധാതു എണ്ണ പ്രകൃതിവാതക എണ്ണ നിക്ഷേപങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഡോൺബാസ്, യുക്രൈൻ യുദ്ധകാലത്ത് ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപും മാർക്കോ റൂബിയോയുടെയും സാന്നിധ്യത്തിൽ ട്രംപ് സെലൻസ്കിയെ ഒരു പ്രാവശ്യം അപമാനിച്ചു വിട്ടതാണ്. പിന്നീട് നടന്ന കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ അപൂർവ ഭൂമിധാതുക്കൾ ഉള്ള സ്ഥലം ഈ ഡോൺബാസ് മേഖലയാണ്. അത് ട്രംപിന് കൈത്താലത്തിൽ വെച്ചു കൊടുക്കുകയായിരുന്നു സെലൻസ്കി. ട്രംപിന്റെ സമീപനം മാറ്റാൻ ട്രംപിന്റെ സമീപനം മാറി. ട്രംപ് ബേസിക്കലി ഒരു ബിസിനസ് മാനാണ്, സെയിൽസ്മാൻ അപ്രോച്ചാണ്. അപ്പോൾ ട്രംപ് നേരത്തെ തന്നെ ഈ പാകിസ്ഥാനിൽ വളരെയധികം പ്രകൃതിവാതക നിക്ഷേപമുണ്ട്. അത് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ഇതൊക്കെ വാങ്ങേണ്ടി വരുന്ന ഒരു സമയം വിദൂരമല്ലാത്ത ഭാവിയിൽ സംജാതമാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും 2003 കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ആകെ ഉൽപ്പാദിപ്പിച്ച എണ്ണ ഏതാണ്ട് 90,000 ബാരൽ എണ്ണയാണ്. അത് 2025 ഏതാണ്ട് 64,000 ബാരലായി ചുരുങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു അളവാണ്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഈ എണ്ണ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഇന്ത്യയിൽ ഇപ്പം ബോംബെ ഹൈയിലാണെങ്കിലും ആന്ധ്ര തെലങ്കാന മേഖലയിലാണെങ്കിലും പ്രകൃതിവാതകവും എണ്ണയും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ എണ്ണ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന്റെ ചെലവ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഇറാഖിലാണ് ലോകത്തിൽ തന്നെ 10-12 മീറ്റർ ആഴത്തിൽ കുഴിച്ചാൽ എണ്ണ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇറാഖ്. അതേസമയം നമ്മുടെ പല പ്രദേശങ്ങളിലും, ഈവൻ പാകിസ്ഥാനിൽ പോലും 10-12 അല്ല 100 കണക്കിന് മീറ്റർ, ചിലപ്പോൾ കിലോമീറ്റർ തന്നെ അധികം കുഴിച്ചാൽ മാത്രമേ ഈ എണ്ണയും പ്രകൃതിവാതകവും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ടെക്നോളജി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. എണ്ണ പുറത്തെത്തിക്കാനുള്ള ചെലവും അതും കൂടി നോക്കുമ്പോൾ എത്രമാത്രം ലാഭകരമാണ് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇറാഖിന്റെ കാര്യത്തിൽ യുദ്ധം എണ്ണക്ക് വേണ്ടി തന്നെയായിരുന്നു. കാരണം ഈ ഗൾഫ് മേഖലയിൽ, പശ്ചിമേഷ്യയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എണ്ണ കുഴിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലം ഇറാഖാണ്. അതുപോലെ പാകിസ്ഥാനിലോ ഇന്ത്യയിലോ ആ രീതിയിൽ 10-15 മീറ്റർ കുഴിച്ചാൽ എണ്ണ കിട്ടുന്ന ഒരൊറ്റ സ്ഥലം പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഇതൊക്കെ പാകിസ്ഥാൻ നേരിടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റി ഇതൊക്കെയുണ്ട്. പാകിസ്ഥാൻ സാമ്പത്തികമായി ICUവിലാണ്. ഇപ്പോൾ സൗദി പാകിസ്ഥാൻ ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയിൽ ഒരു രാജ്യത്തിന്റെ
ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടും എന്ന നാറ്റോ ക്ലോസ് ഉണ്ടല്ലോ 5, അതുപോലെയുള്ള ഒരു ക്ലോസ് പോലുമുണ്ട്. വാസ്തവത്തിൽ ഈ പാകിസ്ഥാന്റെ പ്രഥമ ലക്ഷ്യം സൗദിയിൽ നിന്നുള്ള പണമാണ്. അപ്പൊ സൗദി ഖത്തർ ആക്രമണത്തിന് ശേഷം പശ്ചിമേഷ്യൻ മേഖലയിൽ ഈ അമേരിക്കയുടെ സുരക്ഷാ സെക്യൂരിറ്റി അംബ്രല, സുരക്ഷാ കുട അതിന്റെ വിശ്വാസ്യത വളരെയധികം ചോർന്നുപോയി. അപ്പോൾ സൗദി ടെലവീവിനും അതുപോലെ തന്നെ വാഷിങ്ടണും കൊടുത്ത ഒരു സിഗ്നലാണ് ഞങ്ങൾക്ക് വേറെയും ചില മാർഗങ്ങൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ സൗദി ഒരിക്കലും ദക്ഷിണേഷ്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, അഫ്ഗാനിസ്ഥാനിലൊക്കെയുള്ള സംഘർഷങ്ങളിൽ വലിച്ചിഴക്കപ്പെടാൻ സൗദി ആഗ്രഹിക്കില്ല. പാകിസ്ഥാനാവട്ടെ പശ്ചിമേഷ്യയിലെ പോളി ക്രൈസിസ്, അവിടെ ഒരു പോളി ക്രൈസിസ് ആണ്, അതിലേക്ക് പാക് സൈന്യം വലിച്ചിഴക്കപ്പെടാനും ആഗ്രഹിക്കില്ല. 1979-89 കാലത്ത് ഏതാണ്ട് 20,000 പാക് സൈനികർ സൗദി രാജകുടുംബത്തെയും അവിടുത്തെ 2 വിശുദ്ധ പള്ളികളെയും സംരക്ഷിക്കാനായി വിന്യസിച്ചിരുന്നു. ആ പാക് പട്ടാളക്കാരോട് കൂലി പട്ടാളക്കാരെ പോലെ രണ്ടാം കിടക്കാരായിട്ടാണ് സൗദി ഭരണകൂടം പെരുമാറിയിരുന്നത്. പിന്നീട് ഒരിക്കലും പാകിസ്ഥാൻ സൈന്യത്തെ അയച്ചിരുന്നില്ല. ഇതൊക്കെ പാകിസ്ഥാൻ ആത്യന്തികമായി വേണ്ടത് പണമാണ്. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ലീലാവിലാസങ്ങൾ കാണിക്കാൻ പറ്റുമോ, അതൊക്കെയാണ് ലോകത്തിന് മുമ്പിൽ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എല്ലാ മേഖലയും കലുഷിതമാണ് എന്നത് കൂടി ഓർക്കണം. ആഭ്യന്തരമായി വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു. ആഭ്യന്തരമായി അവരുടെ തന്നെ പൗരന്മാരെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് കൊന്നു കളയേണ്ടി വരുന്ന സാഹചര്യം പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ടാവുകയാണ്. എന്നിട്ട് അത് ന്യായീകരിക്കേണ്ടി വരുന്നു, അതിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരുന്നു. പാക് അധിനിവേശ കശ്മീരിൽ ഉള്ള മനുഷ്യർ ചോദിക്കുന്നതും അതുതന്നെയാണ്. ഭരണകൂടം ഞങ്ങളെ കൊല്ലുന്നു, ഞങ്ങളെ ഈ രീതിയിലാണോ കാണേണ്ടത് എന്ന ചോദ്യം പാകിസ്ഥാനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്ത്യ ഈ സാഹചര്യങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. സർക്രീക്കിൽ എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ശക്തമായ മുന്നറിയിപ്പ് എന്നതാണ് ഇന്ത്യ നൽകുന്ന സന്ദേശം. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് എത്താം, ഒരിടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ലഡാക്കിൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന പ്രക്ഷോഭം നമ്മൾ കണ്ടതാണ്. സമാനമായ സാഹചര്യം, 4 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ ഇപ്പോൾ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നത്. 4ാം ദിവസം അത് വലിയ സംഘർഷങ്ങളിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ സാഹചര്യം എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു എന്നതാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഇപ്പോൾ സമാനമായൊരു സാഹചര്യം ഇന്ത്യയിലും ഉടലെടുത്തിട്ടുണ്ട്. ആ മേഖലയിൽ അത് ഇന്ത്യയുടെ ഭാഗത്തായാലും പാകിസ്ഥാനിലെ ഭാഗത്തായാലും ഈ രീതിയിൽ കലാപസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം അസ്വസ്ഥത സൃഷ്ടിക്കുന്നതാണ്? ദക്ഷിണേഷ്യയിൽ ആകമാനം, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും പൊതുവെ ഇപ്പോൾ പറയുന്ന ഒരു ജെൻസി എന്ന് പറയുന്ന ഒരു തരം പ്രക്ഷോഭം, ഇത് കൃത്യമായി പറഞ്ഞാൽ ജെൻസി പ്രക്ഷോഭമല്ല. ലഡാക്കിൽ നടന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ കാശ്മീരിൽ പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്നതോ ആയ പ്രക്ഷോഭങ്ങൾക്ക് ജൻസി സ്വഭാവമല്ല, മറിച്ച് അവിടുത്തെ ചില പോപ്പുലർ ഡിമാൻഡ്സ് അവിടുത്തെ പ്രാദേശിക ഭരണകൂടം നിർവഹിച്ചു തരുന്നില്ല. ആ ഡിമാൻഡ്സിനോട് ഒരു നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ട് ജനം തെരുവിലിറങ്ങുന്നു. അത് ചെറിയ രീതിയിലാണ്. ഈ ലഡാക്കിലൊക്കെ സംഭവിച്ചത് ചെറിയ രീതിയിലുള്ള അപ്രൈസിങ് എന്ന് പറയാനൊന്നും പറ്റില്ല, ചെറിയ ചില റിസൻമെൻറ്റാണ്. ഒരു നിരാഹാര സമരം, അത് കുറച്ച് നീണ്ടുപോയി, അത് അഡ്രസ്സ് ചെയ്യാനായി സ്വല്പം വൈകി, അതുകൊണ്ടുണ്ടായ ഒരു കാലതാമസം, അതുകൊണ്ടുണ്ടായ ആശയക്കുഴപ്പമാണ് ഒരു ഫോഴ്സ് ഉപയോഗിക്കുന്നതിലേക്ക് കലാശിച്ചതും ചില മരണങ്ങൾ സംഭവിച്ചതും അതുകൊണ്ടാണ്. പക്ഷേ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയിലെ ലഡാക്കുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു ക്രൈസിസ് അല്ല. അവിടെ 1948 മുതൽ തന്നെ കടുത്ത മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു. അതേസമയം പാകിസ്ഥാൻ്റെ പ്രചരണ മെഷീനറി പറയുന്നത് ഇന്ത്യയുടെ കാശ്മീർ, അതായത് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ അന്നത്തെ സംസ്ഥാനം, ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശത്തെ വലിയ രീതിയിലുള്ള അരാജകത്വമാണ്, നീതി നിഷേധമാണ് നടക്കുന്നത് എന്ന വൻ പ്രചരണമാണ് പാകിസ്ഥാനുള്ളിലും അന്താരാഷ്ട്ര വേദികളിലും പാകിസ്ഥാൻ അഴിച്ചുവിടുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇതാ നോക്കൂ, ആ ജനത, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ ജനത പാകിസ്ഥാനെ തിരിയുകയാണ്. അവരുടെ ഡിമാൻഡ്സ് വളരെ സിമ്പിളാണ്. നോക്കൂ,
ഈ വലിയ രീതിയിലുള്ള ജലപ്രവാഹമുള്ള ഒരു പ്രദേശമാണ് പാക് അധിനിവേശ കാശ്മീർ. കാരണം ഹിമാലയ സാനുക്കളിൽ ഉദ്ഭവിക്കുന്ന നദികൾ പലതും ആ പ്രദേശത്തുകൂടി ഒഴുകിയാണ് പിന്നീട് പഞ്ചാബിലൂടെ വന്ന് സിന്ധിൽ എത്തി അറബിക്കടലിൽ ചേരുകയാണ്. ഈ നദികൾ നൽകുന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഒരു പവറുണ്ട്. വലിയ രീതിയിലുള്ള അണക്കെട്ടുകളും വൈദ്യുതി ഉത്പാദനം അവിടെ നടക്കുന്നു. പക്ഷേ അവിടെ എപ്പോഴും പവർ കട്ടാണ്, പവർ ഷോർട്ടേജാണ്. അതുകൊണ്ട് അവരുടെ തന്നെ വിഭവം, അവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി അവിടുത്തെ ആളുകൾക്ക് അടിസ്ഥാന സൗകര്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. ഒരു റിസൻമെൻറ്റ്. രണ്ടാമത്തെ റിസൻമെൻറ്റ്, വളരെ വലിയ തൊഴിലില്ലായ്മയാണ് അവിടെയുള്ളത്. അപ്പോൾ അവിടെ കാര്യമായ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇല്ല എന്ന് ഓർക്കണം. വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ ജനറേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് കഴിയുന്നില്ല. അസംതൃപ്തരായ യുവത്വം പാക് അധിനിവേശ കാശ്മീരിലെ അഴിമതി വലിയ വിഷയമാണ്. അതേപോലെ തന്നെയാണ് സ്വജനപക്ഷപാതം, അഴിമതി, സ്വജനപക്ഷപാതം. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ഒരു പവർ സ്ട്രക്ചറിൽ വലിയ ഇടപെടലാണ് പാകിസ്ഥാൻ്റെ കേന്ദ്രം നടത്തുന്നത്. നോക്കൂ, 12 സീറ്റുകൾ, അവിടുത്തെ നിയമസഭയിലെ 12 സീറ്റുകൾ അത് ഇന്ത്യൻ കാശ്മീരിൽ നിന്നും അഭയാർത്ഥികളായി പാക് കാശ്മീരിലേക്ക് വന്നിട്ടുള്ളവർക്ക് വേണ്ടി സംവരണം ചെയ്ത സീറ്റുകളാണ്. അത് യാതൊരു രീതിയിലും ഇപ്പോൾ അതിന് ക്ലെയിമൻസ് ഇല്ല എന്നുള്ളത്. അത് അനധികൃതമായി അനാവശ്യമായി ഈ കേന്ദ്രത്തിന് ആവശ്യമുള്ള ആളുകളെ അവിടെ നോമിനേറ്റ് ചെയ്യുകയാണ്. ഇത് മാറ്റണം, ആ സ്ട്രക്ചർ മാറണമെന്ന് ദീർഘകാലമായി ഉള്ള ആവശ്യമാണ്. അതിനോട് മുഖം തിരിച്ച് നിൽക്കുകയാണ് സർക്കാർ. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മാത്രമല്ല, ഏറ്റവും അടിസ്ഥാനമായി ലഭിക്കേണ്ട ഭക്ഷ്യവിഭവങ്ങൾ പോലും സബ്സിഡി നൽകിക്കൊണ്ട് ലഭ്യമാക്കണമെന്ന് പറയുമ്പോൾ ആ നിലയിലുള്ള പ്രതിസന്ധി കൂടി അവിടുത്തെ ജനങ്ങൾ നേരിടുന്നുണ്ട്. അടിസ്ഥാന വിഷയങ്ങളിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പാലും ഇവിടെ അവർ പറയുന്ന അവരുടെ ക്ലെയിം അനുസരിച്ച് ഇന്ത്യയെ നോക്കി പറയുകയാണ്, നോക്കൂ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ കാശ്മീരിൽ ഇവിടെ പാലും തേനും ഒഴുകുകയാണ്. യഥാർത്ഥത്തിൽ പാലുമില്ല, തേനുമില്ല. അവിടെ അവശ്യ സാധനങ്ങൾ പോലും ഇല്ലാത്ത ഒരു തരം ക്ഷാമ അവസ്ഥയിലാണ്. പാകിസ്ഥാൻ്റെ ആകമാന ഒരു ഇക്കണോമിക് ക്രൈസിസിനേക്കാൾ വലുതാണ് പാക് അധിനിവേശ കാശ്മീരിലെ ഒരു സാമ്പത്തിക സാഹചര്യം. ഇതുകൊണ്ട് ജനം പൊറുതിമുട്ടി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ്. തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊരു സംഘടിത രൂപം വരികയാണ്. അതുകൊണ്ടാണ് ഒരു അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന രൂപത്തിൽ അവിടുത്തെ വിവിധ സംഘടനകൾ ചേർന്ന് ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കി അവർ ലോങ് മാർച്ച് നടത്തുകയാണ്. നോക്കൂ, ഈ ലോങ് മാർച്ച് എന്നൊക്കെ പറയുന്നത് ആദ്യം ചെറുതായി തുടങ്ങി, ഇപ്പം 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രക്ഷോഭം തുടങ്ങിയതിന് ശേഷം 3 ദിനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇവിടെ ലഡാക്കിലെ വിഷയം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് നമ്മൾ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചു, ഇന്ത്യക്ക് സാധിച്ചു. അതേസമയം പാകിസ്ഥാൻ അങ്ങനെയല്ല, അതിപ്പോഴും നീറിപ്പുകഞ്ഞു നിൽക്കുകയാണ്. സൈന്യത്തെ ഇറക്കേണ്ടി വന്നു. പാക് റേഞ്ചേഴ്സിനും പാകിസ്ഥാൻ ആർമിക്കും ഇടപെടേണ്ട അവസ്ഥ വന്നു. പിന്നെ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഫയറിംഗ് ഉണ്ടായി, 12 പേരാണ് മരിച്ചത്. അപ്പം അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി നിർത്തിയതിന് പിന്നിൽ പാകിസ്ഥാൻ്റെ ഗവൺമെൻറ്റിൻ്റെ പങ്ക് തീർച്ചയായിട്ടും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് പഞ്ചാബി ഡോമിനേഷൻ നോട്ട് ഓൺലി ഓവർ ബലൂചിസ്ഥാൻ ആൻഡ് സിന്ധ് ബട്ട് ഓൾസോ ഇൻ കാശ്മീർ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഫെഡറൽ മാനേജ്മെൻറ്റ് പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ഫെഡറൽ അമിറ്റി ഉണ്ട്, ഒരു ഫെഡറൽ രാജ്യമാണ്. 5 വ്യത്യസ്തമായ പ്രദേശങ്ങൾ ഭൂമിശാസ്ത്രപരമാവും അല്ലാതെ ജനസംഖ്യ അനുസരിച്ചും വ്യത്യസ്തതയുള്ള പ്രദേശങ്ങളാണ്. ഇവരെ ഒരുമിച്ച് ഒരു കേന്ദ്രത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഇന്നത്തെ നിലയിൽ പാകിസ്ഥാന് കഴിയുന്നില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് പഞ്ചാബ് മാത്രമായി മാറിയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നത്തിന്റെ പ്രധാന. ശ്രീ നിർമ്മൽ എബ്രഹാം കൂടി നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, പാകിസ്ഥാൻ നോക്കൂ, ഇവിടെ ഇപ്പോൾ സൈന്യത്തെ ഇറക്കിയാണ് അവിടുത്തെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഖൈബർ പക്തൂൺ മേഖലയിൽ നമ്മൾ കണ്ടതാണ് ഇതേ രീതിയിലുള്ള ആക്രമണം നടത്തുകയും 30ഓളം പേർ അവിടെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ഇന്ത്യയുടെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണോ? POK പ്രധാനമന്ത്രി ചൗധരി അൻവർ ഉൾ ഹക്ക് ഇന്ത്യക്കെതിരെ ചില സൂചനകൾ നൽകിയിരിക്കുകയാണ്. എന്തായാലും ശത്രുക്കളെ അവരെ ചിരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് മുതലെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന പരോക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇന്ത്യക്കെതിരെ POK പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വന്തം ജനതയെ കൊന്നൊടുക്കിക്കൊണ്ട് അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ ഇടപെടാതെ ജനങ്ങളെ സൈനികമായും ആയുധപരമായും നേരിട്ടുകൊണ്ട്, പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണോ പാകിസ്ഥാൻ നടത്തുന്നത്? ഹിസ്റ്റോറിക്കലിയും പാകിസ്ഥാൻ അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖലയിൽ ഇപ്പൊ ഈ അടുത്ത് നടന്ന ജാഫർ എക്സ്പ്രസ് അറ്റാക്ക് ഉണ്ട്, അതിന് പോലും അത് ഇന്ത്യയാണ് അതിന് പിന്നിൽ പറഞ്ഞു. ബലോചിസ്ഥാനിൽ BLA ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ആയിക്കോട്ടെ, ബലോചിസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി ആയിക്കോട്ടെ, ഇരു കൂട്ടരെയും തീ കൊളുത്തിവിടുന്നതും അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതും ഇന്റലിജൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇന്ത്യയാണ് അവർ പറയുന്നത്. സിന്ധ് മേഖലയിൽ പോലും ഇതൊക്കെ ഇന്റേണലി ഉള്ള പ്രശ്നങ്ങൾ. സിന്ധ് മേഖലയിൽ JSM എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതും ഇന്ത്യയാണ് തീ കൊളുത്തിവിടുന്നതെന്ന് പറയുന്നത്. ഖൈബർ പക്തൂൺഖ്വയിലും
തെഹ്രീക്ക് താലിബാന് പോലും ഇന്ത്യ ഇന്റലിജൻസ് കൊടുക്കുന്നു എന്ന് പറയുന്ന പാകിസ്ഥാനോട് അതിന് മറുപടി നമുക്ക് പറയാനില്ല. അതിന്റെ സത്യാവസ്ഥ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഇന്റർനാഷണൽ ഫോറംസിലും എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതിൽ ഇന്റേണൽ നേരത്തെ ബാനലിസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്റേണൽ ആയിട്ടൊരു ഇഷ്യൂ ആയിട്ടേ കാണേണ്ടതുള്ളൂ. ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ ആയിട്ട് കാണേണ്ടതില്ല. കാരണം അവരുടെ 38ഓളം ഡിമാൻഡ്സ് അംഗീകരിച്ചാൽ തീരുന്ന പ്രശ്നമാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ പാകിസ്ഥാൻ പോകുന്നില്ല. പകരം ഇത് ഇന്ത്യ കൊളുത്തിവിടുന്ന ഒരു ഇഷ്യൂ ആണ്. ഇന്ത്യ ഇന്റേണലി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ വരുത്തി തീർക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ആസ്പെക്ട് വേണം നോക്കിക്കാണാം. അതായത് മുന്നോട്ട് ഒരു പക്ഷേ ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് അല്ലെ ചൈനയുടെ ഇൻവോൾവ്മെന്റ് വന്നേക്കാമോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി അല്ലെങ്കിൽ പോലും ഒരു കുറച്ച് കമ്പാരിസൺ അല്ലെ പാരലൽസ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു പക്ഷേ വളരെ മുന്നേ ആയിരിക്കും ഞാനിത് പറഞ്ഞെങ്കിലും ഇപ്പൊ ഈസ്റ്റ് പാകിസ്ഥാന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശ് ആകുന്നതിന് മുന്നേ ഈസ്റ്റ് പാകിസ്ഥാൻ ഇതേപോലെ കുറെ ഡിമാൻഡ്സ് പാകിസ്ഥാന് മുന്നിൽ വെച്ചിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഒത്തിരി ഒരുപാട് ബംഗാളികൾ ഉണ്ടായിരുന്നിട്ടും എനിക്കൊന്ന് മൊത്തം പാകിസ്ഥാന്റെ പോപ്പുലേഷൻ 56% ഈസ്റ്റ് പാകിസ്ഥാനികളായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ട വിധത്തിൽ റെപ്രസെന്റേഷൻ ഇല്ല എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് നടന്നു. പാകിസ്ഥാൻ അത് അണച്ചുവിട്ടു. അതേപോലെ ഉറുദു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, ബംഗാളിയും കൂടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണമെന്ന് പറഞ്ഞു, അത് റിജക്ട് ചെയ്തു. ഒരുപാട് ഇതേപോലെ തന്നെ എക്സ്പോർട്സ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്സ് പൊക്കോണ്ടിരുന്ന ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന്. പക്ഷെ അതിന്റെ ഒരു ഗുണവും ഈസ്റ്റ് പാകിസ്ഥാൻ കിട്ടിയില്ല. മൊത്തം ഗുണഭോക്താവായിക്കൊണ്ടിരുന്ന വെസ്റ്റ് പാകിസ്ഥാനാണ്. അതിനെതിരെ പ്രക്ഷോഭം നടന്നു, അതും അണച്ചുവിട്ടു. അവസാനം 1970 ഇലക്ഷനിൽ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അവാമി ലീഗ് ജയിച്ചപ്പോ 160 സീറ്റ് കിട്ടി ജയിച്ച സമയത്ത് പോലും ഗവൺമെന്റ് ഫോം ചെയ്യാൻ സമ്മതിക്കാതിരുന്നപ്പോ ഇന്ത്യ ഇടപെട്ടു. അങ്ങനെ അവസാനം ഈസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ളത് ബംഗ്ലാദേശായി. അപ്പൊ ആ ഒരു മോഡലില് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞ എനിക്ക് ഓർമ്മ വരുവാണ്, പണ്ട് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിനെ ഫ്രീ ചെയ്യാൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ ഇങ്ങോട്ട് വന്നു ചേർന്നോളും എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം ഇൻക്രീസിംഗ്ലി ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗമാകും എന്നതായിരുന്നു പ്രഖ്യാപനം. അതെ. അപ്പൊ അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഇന്ത്യ ഇതിന്റെ അകത്ത് യാതൊരു ശ്രമം നടത്തേണ്ട ആവശ്യം വരുന്നില്ല. ഇന്റേണലി തന്നെ ബലോചിസ്ഥാനിൽ കാണുന്ന പോലെ, സിന്ധ് മേഖലയിൽ കാണുന്ന പോലെ ഇവരുടെ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പച്ചയായ സത്യമായിട്ട് ലോകത്തിന് കാണാം. അല്ലാതെ ഇന്ത്യ കൊളുത്തിവിടുന്ന ഒരു തീയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ പുഴകൾ ഉപയോഗിക്കും. ഇതിൽ നിർമ്മൽ, ഈ യുണൈറ്റഡ് കശ്മീർ പീപ്പിൾസ് നാഷണൽ പാർട്ടിയുടെ വക്താവ് നാസിർ അസീർ ഖാൻ ഇതിൽ യുഎന്റെ ഇടപെടൽ, അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ കൂടി തേടാൻ അവിടുത്തെ ഈ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നു എന്നതാണ് സൂചന. അത്തരമൊരു ഇടപെടലിനുള്ള സാധ്യതകൾ ഉണ്ടോ? സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇവിടെ നടന്നിട്ടുള്ളത് അത് ഇവിടെ മാത്രമല്ല, പാകിസ്ഥാൻ കാശ്മീർ മാത്രമല്ല, ബലോചിസ്ഥാനിലും സിന്ധു മേഖലയിലൊക്കെ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന ആളുകൾ പെട്ടെന്ന് അപ്രത്യക്ഷരാകുന്നു, അവരെ കാണാതാകുന്നു, കുറെ പേര് കൊല്ലപ്പെടുന്നു, കുറെ പേരെ ടോർച്ചർ ചെയ്യുന്നു, കുറെ പേരെ ജയിലിൽ അടയ്ക്കുന്നു. ഇതൊക്കെ UN മാത്രമല്ല, UN ഏജൻസീസ് മാത്രമല്ല, അംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനും ഒക്കെ ഇടപെടാൻ ഉള്ള സാഹചര്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ബന്ധപ്പെട്ട് ശക്തമായ മുന്നറിയിപ്പ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുന്നു. അത് കറാച്ചിയിലേക്ക് സർക്രീക്കിലൂടെ വഴിയുണ്ടത് ഓർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇന്ത്യയെ പ്രകോപിപ്പിക്കുമ്പോൾ അക്കാര്യം ഓർക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സന്ദേശം ഇന്ത്യ നൽകുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് കറാച്ചി ലക്ഷ്യമിട്ടിരുന്നു എന്നത് ഇന്ത്യൻ നേവി തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. അതിനുശേഷം ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് അവസാനിച്ചിട്ടില്ല എന്നത് ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഏതൊരു ഭീകരപ്രവർത്തനവും ഒരു യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ്. അപ്പോൾ അത്തരമൊരു നടപടി ആസന്നമാണ്, അല്ലെങ്കിൽ ഉടൻ വേണ്ടി വരും എന്നതിന്റെ സൂചനകളാണോ ഇപ്പോൾ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്? പാകിസ്ഥാൻ തുടർ പ്രകോപനങ്ങൾ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ സർവസജ്ജമാണ് സൈന്യം എന്നത് രാജ്നാഥ് സിംഗ് ഇതിനോടകം സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മേഖല അശാന്തമാണ്, ഏത് സമയവും ഒരു സൈനിക നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കാം എന്ന് കരുതേണ്ടതുണ്ടോ? ഈ സർക്രീക്ക് പ്രശ്നം ഇതുവരെ ഭീകരവാദത്തിന്റെ മാനത്തിലേക്ക് എത്തിയിട്ടില്ല. അത് അതിർത്തി തർക്കം തന്നെയാണ്. പാകിസ്ഥാൻ അവിടെ ചില സൈനിക നീക്കങ്ങൾ, സന്നാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാതെ ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് സർക്രീക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായ ഭീകരക്കെതിരെ ഉള്ള ആക്രമണം അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യൽ എന്നതല്ല സർക്രീക്കിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഒരു നൂറ്റാണ്ടിലധികമായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നമാണ്. തന്ത്രപ്രധാനമായ മേഖലയാണ്, സാമ്പത്തികമായും സൈനികമായും. അപ്പോൾ അതിൽ എങ്ങനെയെങ്കിലും ഇന്ത്യയെ
ചാടിച്ച് ഇന്ത്യയുടെ സൈനികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ക്ഷണിച്ചു വരുത്തി പാകിസ്ഥാന് ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നതാണ് ഒരു ലക്ഷ്യമായി എനിക്ക് തോന്നുന്നത്. ആ ഒരു കെണിയിൽ ഇന്ത്യ വീഴാനും പാടില്ല. കാരണം അവിടെ ഭീകര പ്രവർത്തനമല്ല, അത് ഒരു നൂറ്റാണ്ടുകളിൽ അധികം പഴക്കമുള്ള ഒരു പ്രശ്നത്തെ വീണ്ടും പാകിസ്ഥാൻ ലൈംലൈറ്റിൽ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം ഇന്ത്യയെ പ്രകോപിപ്പിച്ച് അതിലേക്ക് വലിച്ചെടുക്കുക എന്നതാണ്. പിന്നെ പാക് അധീന കാശ്മീരിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. അവിടെ പ്രക്ഷോഭം നയിക്കുന്ന അവാമി ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി, അതിന്റെ നേതാക്കൾ, അവരാരും തന്നെ പാക് അധീന കാശ്മീർ പാകിസ്ഥാനിൽ നിന്ന് വിട്ട് സ്വതന്ത്രമാവണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അവരുടെ ഒരൊറ്റ ആവശ്യത്തിലും അവർ ആസാദ് കാശ്മീർ എന്നും നമ്മൾ പാക് അധീന കാശ്മീർ എന്നും പറയുന്ന ആ പ്രദേശം പാകിസ്ഥാനിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് ഒരു സ്വതന്ത്ര പരമാധികാര സ്വയംഭരണ പ്രദേശമാകണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടേ ഇല്ല. അവർ പതിറ്റാണ്ടുകളായി നേരിടുന്ന അടിച്ചമർത്തലും വിയോജന സ്വാതന്ത്ര്യ നിഷേധവും അവരുടെ വിഭവ കവർച്ചയും അവർക്ക് നേരെയുള്ള അവഗണനയും ഇപ്പോൾ അവർ ഉന്നയിച്ചിരിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളുടെ നിഷേധവും അത് പരിഹരിക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. ഞങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഭരണകൂടം ഞങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നു എന്ന ഒരു ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങളെ സൈന്യത്തെ ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു, വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന്. അതെ, അതിന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഹണ്ടിങ്, സ്വന്തം ജനങ്ങൾക്ക് നേരെയുള്ള വിച്ച് ഹണ്ടിങ് ആണ് നടക്കുന്നത്. വാസ്തവത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളും അവകാശങ്ങളുമാണ്. അത് കാലങ്ങളായി പാകിസ്ഥാൻ അനുവദിച്ചു തന്നിട്ടില്ല. അതിനുവേണ്ടിയാണ് പ്രക്ഷോഭം. അല്ലാതെ പാകിസ്ഥാനിൽ നിന്ന് വേറിട്ടു പോകാനോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടാനോ ഒന്നുമല്ല എന്ന് അവർ അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിനെ സംബന്ധിച്ച് അവർ പതിറ്റാണ്ടുകളായി ഉന്നയിച്ചു പോരുന്ന ആരോപണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അടിച്ചമർത്തൽ, ആ രീതിയിലുള്ള ആരോപണങ്ങളാണ്. ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ തന്നെ അതേ മട്ടിലുള്ള, എന്ന് വെച്ചാൽ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഭാഗത്തുള്ള കാശ്മീരിന്റെ ഈ ആരോപണങ്ങളെയും പഴികളെയും നിലനിർത്താൻ പാക് ഭരണകൂടം എന്ന് പറഞ്ഞാൽ പാക് സൈനിക ഭരണകൂടവും പാക് സിവിൽ ഭരണകൂടവും പഞ്ചാബി മേധാവിത്വമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഭരണകൂടം പാക് അധീന കാശ്മീരിലെ ഇത്തരം പ്രതിഷേധങ്ങളെയും എതിർസ്വരങ്ങളെയും പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് നിഷ്ഠുരമായി അടിച്ചമർത്തുകയും അത് അമേരിക്കയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായ ചൈനയും മറ്റ് അറബ് രാജ്യങ്ങളുമൊക്കെ നോക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കാരണം പാക് അധീന കാശ്മീരിൽ ഈ പ്രക്ഷോഭം 3-4 ദിവസമായി ഇത് വീണ്ടും പടർന്നു പിടിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആപൽക്കരവും പാകിസ്ഥാൻ എന്ന രാഷ്ട്രഗാത്രത്തിനേൽക്കുന്ന അന്താരാഷ്ട്ര തലത്തിലേൽക്കുന്ന മഹാപ്രഹരവുമായിരിക്കും. തീർച്ചയായും അതുകൊണ്ട് അതിനെ ആ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പാകിസ്ഥാൻ ഉത്തരം പറയേണ്ടുന്ന കാര്യങ്ങളാണ് ആ മേഖലയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം സർക്രീക്കിലെ പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടി എന്ന മുന്നറിയിപ്പും ഇന്ത്യ നൽകുന്നു. നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കും എന്ന് കണ്ടറിയാൻ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം. നമസ്കാരം.